മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന പ്രോഗ്രാമിന്റെ 148 എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ 1-2 ആഴ്ചയിൽ മറ്റു ചില തടസ്സങ്ങളും പ്രോഗ്രാമുകളും കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് ആയിട്ട് കൂടുവാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ വീണ്ടും ദൈവം കൃപ തന്ന് നമ്മെ ദൈവസന്നിധിയിൽ കൂട്ടിവരുത്തിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരുന്നു കൊണ്ട് അനുഗ്രഹീതമായ ഗാനങ്ങളും അതിന്റെ എഴുതാനുണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ ദൈവവചനവും കേട്ട് കർത്താവിൽ സന്തോഷിപ്പാൻ, ബലം പ്രാപിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സമയത്തിനാണ് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നു. അവിടുത്തെ വലിയ കൃപ അനുഭവിപ്പാൻ ഇന്ന് രാത്രിയിലും ഞങ്ങളെ അവിടെ ഇടയാകണമേ. എപ്പോഴും എവിടെയും അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുണ്ട്. സ്തോത്രം. ഞങ്ങൾക്ക് മുമ്പായി അവിടുന്നുണ്ട്, ഞങ്ങൾക്ക് പുറകിൽ, ഞങ്ങളോട് കൂടെ, ഞങ്ങളുടെ ഉള്ളിൽ അവിടുന്നുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രിയിലും ഞങ്ങൾ ലോകത്തിന്റെ നാനാ സ്ഥലങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവെ, ഗാനങ്ങളിലൂടെ, അതിന്റെ അനുഭവങ്ങളിലൂടെ, ദൈവവചന ശുശ്രൂഷയിലൂടെ കർത്താവെ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണം. മാനുഷികമായ ഒരു വാക്കുകളും കേൾക്കുവാൻ ഇന്ന് രാത്രി ഇടയാകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. അതിന് വേണ്ടുന്ന നിലയിൽ ദൈവദാസന്മാരെ, പ്രിയപ്പെട്ടവരെ ദൈവം ശക്തിപ്പെടുത്തണം. കാലാവസ്ഥ അനുകൂലമാക്കി നൽകണമേ. ഇന്റർനെറ്റ് ഞങ്ങൾക്ക് അനുകൂലമാക്കി നൽകണം. യാതൊരു തടസ്സങ്ങളും ഉണ്ടാകാതെ ദൈവം അത്ഭുതം ചെയ്യണം. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ നൽകണം. പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ പ്രാർത്ഥനയോടെയാണ് ഈ 148 എപ്പിസോഡിലേക്ക് പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അനുഗ്രഹീതമായ ചില ഗാനങ്ങളും അതിന്റെ അനുഭവങ്ങളും നമുക്ക് കേൾക്കാനായിട്ട് വലിയവനായ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുക. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് തന്റെ ദാസന്മാരിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ അവറുകൾ നമ്മളോട് കൂടെയുണ്ട്. അമേരിക്കയിൽ ടെക്സാസിലായിരുന്നുകൊണ്ട് കർത്താവിന്റെ വേലയിൽ തുടരുന്ന ഒരു ദൈവദാസനാണ്. തന്റെ ജോലിയോടുള്ള ബന്ധത്തിലും ദൈവവചന പഠനത്തോടുള്ള പഠിപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിലെല്ലാം കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഒരു ദൈവദാസനാണ്. നാട്ടിൽ കുണ്ട്രയാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ഞാനത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ജീവിതത്തിൽ ഒരു കോടതി വക്കീലായിട്ട് താനിപ്പോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദൈവവചനം പഠിച്ച് ഡോക്ടറേറ്റ് നേടി തടിയൂർ വിഷൻ ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസനാണ്. അനേക ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രധാനമായും 8 ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും അനേക ആർട്ടിക്കിൾസ് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പല ഭാഷകളിൽ അദ്ദേഹം അത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 35-ൽ പരം ഗാനങ്ങൾ, വളരെ അനുഗ്രഹീതമായ ഗാനങ്ങൾ ക്രൈസ്തവ കൈരളിക്ക് അദ്ദേഹം രചിച്ച് നൽകിയിട്ടുണ്ട്. ചില ഗാനങ്ങൾ നമ്മുടെ ആത്മീയ ഗീതത്തിലും ചേർത്തിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ഓരോ അനുഭവങ്ങളിലും പാടി സന്തോഷിക്കാൻ കഴിയുന്ന അർത്ഥവത്തായ അനുഗ്രഹീതമായ ചില ഗാനങ്ങളാണ് അദ്ദേഹത്തിന്റെ തോലികയിലൂടെ കടന്നു വന്നിട്ടുള്ളത്. 2 ക്രിസ്തീയ ഖണ്ഡകാവ്യങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കോളേജ് അധ്യാപകനാണ്. അതുപോലെ അവിടെയുള്ള അമേരിക്കയിലുള്ള സ്റ്റാറ്റിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു അധ്യാപകനായി തുടരുന്നു. അവിടെയുള്ള ഇമിഗ്രേഷൻ ലോയറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ അവിടെയുള്ള ചാപ്പലിലെ ദേവാലയത്തിലെ സഭയിലെ ഒരു എൽഡർ എന്നുള്ള നിലയിൽ അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത അനേക മേഖലകളിൽ കർത്താവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ദൈവദാസനാണ് അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ ടെക്സാസ് അവറുകൾ. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനെ നമ്മളോടൊപ്പം ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിതത്തിന്റെ ഈ തിരക്കു പിടിച്ച യാത്രയുടെ മധ്യത്തിലും തന്റെ തൂലിക കർത്താവിന് വേണ്ടി ചലിച്ചത് ഇന്ന് രാത്രി ഏതാണ്ട് 6 ഗാനങ്ങൾ നാം കേൾക്കാനായിട്ട് പോവുകയാണ്. 6 ഗാനങ്ങളല്ല, 35-ലധികം ഗാനങ്ങളുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് അവസരമുണ്ട്. ഞാൻ ഈ ഗാനങ്ങളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിനെ തൊട്ടുകൊണ്ടു പോകുന്ന ചില എക്സ്പീരിയൻസുകളാണ്
ഗാനങ്ങളിലൂടെ കേൾക്കും മനസ്സിലാക്കുവാനിടയായി. പല അനുഭവങ്ങളിൽ, സാഹചര്യങ്ങളിൽ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്ന ചില ഗാനങ്ങൾ. ഏതാണ്ട് 6 ഗാനങ്ങളാണ് ഇന്ന് രാത്രി നമുക്ക് കേൾക്കുവാനുള്ളത്. ഈ കാൽവരിനാഥ മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമിലേക്ക് കർത്താവിന്റെ ദാസൻ അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ അവറുകളെ എല്ലാ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിന്റെ ദാസൻ ജെയിംസ് കൊടുന്തറ അവറുകളും അതുപോലെ അക്സാരി സന്തോഷും ഞാനുമാണ്. പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്നേഹത്തോടെ ബഹുമാനത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യും. അവരിൽ നിന്നും അനുഗ്രഹീതമായ ഗാനങ്ങൾ, കർത്താവിന്റെ ദാസൻ രചിച്ച ഗാനങ്ങൾ നമുക്ക് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാരംഭ ഗാനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. നടത്തിയിടുന്നു, എന്നെ നടത്തിയിടുന്നു, അത്ഭുതമായവൻ നടത്തിയിടുന്നു, കഷ്ടങ്ങളിൽ നഷ്ടങ്ങളിൽ അതിശയമായി നടത്തിയിടുന്നു. ഒരു ദൈവവൈദ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യമാണ് എന്നെ നടത്തുന്ന ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. ആ അർത്ഥം വരുന്ന വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം, വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു ഗാനം സാറ്റി സന്തോഷം ആലപിച്ചിട്ടുണ്ട്. ആ പാട്ട് നമുക്ക് കേട്ടുമടങ്ങരാം. ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രിയമകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
ഹെക്സാമോൾ. ഓവർ ടു അഡ്വക്കേറ്റ് ഡോക്ടർ മാത്യു വൈരമൺ. ഒരു ഗാനം കേട്ടിട്ട് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സാധാരണ 2 ഗാനങ്ങൾ കേട്ടാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും കർത്താവിന്റെ ദാസന്റെ ജീവിത ഒരു സാക്ഷ്യത്തിന്റെ ചില വാക്കുകൾ ആസ് ആൻ ഇൻട്രൊഡക്ടറി വേർഡ്സ് പറയുന്നതിനായിട്ട് കർത്താവിന്റെ ദാസനെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. താങ്ക് യു ബ്രദർ. എൻ്റെ പേര് മാത്യു വൈരമൺ. സ്വന്തം സ്ഥലം ഒറിജിനലി കുണ്ട്രയാണ്. അമേരിക്കയിൽ വന്നിട്ട് ദീർഘകാലമായി ജോലിയോടൊപ്പം ആത്മീയ പ്രവർത്തനം ചെയ്യുന്നു. ഒരു കോളേജ് അധ്യാപകനായിട്ടും ഇമിഗ്രേഷൻ ലോയറായിട്ടും പ്രവർത്തിക്കുന്നതോടൊപ്പം സ്റ്റാഫോർഡ് ബൈബിൾ ചാപ്പലിന്റെ എൽഡറാണ്. ഇപ്പോൾ കേട്ട ഗാനം എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടു. ആ ബിസിനസ് വൻ പരാജയമായിരുന്നു. ആ പരാജയം നേരിട്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അടുത്ത സ്റ്റെപ്പ് എന്താണ് എൻ്റെ ജീവിതത്തിൽ എന്ന്. അപ്പോൾ ദൈവം എന്നെ കുവൈറ്റിലേക്ക് അയച്ചു. ആ സമയത്താണ് സദ്ദാം ഹുസൈൻ കുവൈറ്റ് ആക്രമിച്ചത് 1990. അവിടെ 1 വർഷത്തോളമേ ഞാൻ നിന്നുള്ളൂ. ആ ആക്രമണത്തിൽ നിമിത്തം വെറും കൈയോടെ അമ്മാൻ വഴി നാട്ടിലേക്ക് വന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യ ഗവൺമെന്റ് അതിൽ സഹായിക്കുകയൊക്കെ ചെയ്തു. 1 വർഷം കൊണ്ട് അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ ബിസിനസ്സിലെ നഷ്ടം, കുവൈറ്റിൽ പോയി ജോലി കാര്യമായിട്ടൊന്നും കിട്ടിയില്ല, അവിടെയും പ്രയാസം നേരിട്ടു. അങ്ങനെ വന്നപ്പോൾ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്താണ് എൻ്റെ ജീവിതത്തിലെ അടുത്ത സ്റ്റെപ്പ്. ദൈവം എന്നെ അബുദാബിയിലേക്ക് അയച്ചു. അവിടെ ഞാൻ റഷ്യൻ എയർലൈൻസിൽ എയറോഫ്ലോട്ടിൽ ജോലി ചെയ്തു. അങ്ങനെ ജീവിതത്തിലൊരു വ്യത്യാസം വന്നു. അപ്പോൾ കഷ്ടങ്ങളിലും നഷ്ടങ്ങളിലും ദൈവം എന്നെ നടത്തിയത് ഓർത്തിട്ട് എഴുതിയ പാട്ടാണ്. എൻ്റെ സ്വന്തം അനുഭവമാണ്. ദൈവം ഓരോ സ്റ്റെപ്പിലും എന്നെ വഴി നടത്തി, ഓരോ കാര്യങ്ങളിലും കൂടെ ഇരുന്ന് വഴി നടത്തി. വിഷമങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ അധൈര്യപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, അന്ത്യത്തോളം വഴി നടത്താൻ ശക്തനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. അത് ഓർത്തിട്ട് എഴുതിയ ഒരു ഗാനമാണ്. താങ്ക് യു. ജീവിതാനുഭവങ്ങളാണ് ഏത് ഗാനത്തിന്റെയും ഒരു നട്ടെല്ല് എന്ന് നമുക്ക് പറയാം. അനുഭവങ്ങളില്ലാത്ത പാട്ട് പാടുമ്പോൾ അറിയാം അത് വെറുതെ എഴുതിയൊരു പാട്ട് തന്നെയാണ്. എന്നാൽ കർത്താവിന്റെ ദാസന്റെ ഗാനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എത്രമാത്രം അനുഭവത്തിന്റെ തീച്ചൂളയിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. പലപ്പോഴും ആശ്വാസ ഗാനങ്ങൾ പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം, ഒരു പ്രത്യാശ, അത് വളരെ ശക്തമാണ്. പലപ്പോഴും കേൾക്കുമ്പോൾ ഭയമുണ്ടാകുന്ന ചില പാട്ടുകളുണ്ട്. ഞാനങ്ങ് മരിച്ചു പോകുമ്പോൾ തോന്നുന്ന ചില പാട്ടുകൾ, കാരണം മരണപ്പാട്ടുകളൊക്കെ നമ്മൾ അത് മരണത്തിന്റെ സമയത്ത് മാത്രം പാടാൻ മാറ്റി വെച്ചിരിക്കുന്ന ചില പാട്ടുകളൊക്കെയാണ്. നമുക്കറിയാം, സമയമാം രഥത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ്. വളരെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ്. അത് പാടി സന്തോഷിക്കുകയാണെങ്കിൽ വളരെ ധൈര്യം നമുക്ക് ലഭിക്കും. പക്ഷെ നമ്മൾ പാടാറില്ല, കാരണം അതൊരു മരണപ്പാട്ടായിട്ട് മാറ്റിവെച്ചിരിക്കും. ആ പാട്ടിന്റെ ട്യൂണിൽ കർത്താവിന്റെ ദാസൻ ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. അനുഗ്രഹീതമായ ഒരു ഗാനം. അഗ്നിത്തേരിൽ ദൂതരൊത്ത് സ്വർഗയാത്ര ചെയ്യുന്നു, പറുദീസായിൽ പ്രവേശിപ്പാനായി ഞാൻ പോകുന്നു. മണ്ണിൽ നിന്നെടുത്തൻ ദേഹം മണ്ണിലേക്ക് ലയിപ്പാൻ നിങ്ങൾ എന്റെ ദേഹം മണ്ണിൽ മറവ് ചെയ്തിടണം. വളരെ പ്രത്യാശാജനകമായ ഒരു ഗാനം. ഈ ഗാനം ക്രൈസ്തവ കൈരളിക്ക് രചിച്ചു നൽകുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് കർത്താവിന്റെ ദാസനൊന്ന് നമ്മെ ഓർപ്പിക്കുന്നതായി. എൻ്റെ മാതാവ് 92ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിച്ചു. വാർദ്ധക്യ സമയത്ത് വന്നപ്പോൾ എനിക്ക് തന്നെ ഒരു ചിന്തയുണ്ടായിരുന്നു, എത്ര നാൾ എന്നോടൊപ്പം താമസിക്കുമെന്ന്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാം എൻ്റെ ഭവനത്തിൽ ഒന്ന് മരിക്കണമെന്ന്. 92ാമത്തെ വയസ്സിൽ വളരെ ആരോഗ്യത്തോടെ വന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ഇവിടെ വന്നപ്പോൾ സിക്കായിത്തീർന്നു. സിക്കായിത്തീർന്ന് ഏകദേശം 2-3 മാസമേ എൻ്റെ കൂടെ താമസിച്ചുള്ളൂ. ലോകത്തിൽ നിന്ന് കടന്നുപോയി. അപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖവും വേദനയും ഉണ്ടായി. എൻ്റെ അമ്മ എന്നോട് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ ആ ഗാനം എഴുതിയത്. കാരണം ഞാൻ കടന്നു പോകുന്നു, നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, മണ്ണിൽ നിന്ന് എടുത്ത ഈ ദേഹം മണ്ണിലേക്ക് ലയിപ്പിക്കണം, മറവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എന്നെ കാണും, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പായി പോയി, പക്ഷേ നിങ്ങളും എന്നോട് കൂടെ ചേരും, അന്ന് ഉല്ലാസത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ അമ്മ എന്നോട് പറയുന്നതായിട്ട് ഉള്ള രീതിയിലാണ് ഞാൻ ആ ഗാനം എഴുതിയത്.
സമയമാം രഥത്തിൽ എന്ന ട്യൂണിലാണ്, എങ്കിൽ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് എഴുതിയൊരു ഗാനം. വളരെ അനുഗ്രഹീതമായ ഒരു അനുഭവം. ആ അമ്മയുടെ വാക്കുകൾ നമ്മളോടൊപ്പം ഇല്ല, കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നുവെങ്കിലും ആ ഗാനം നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദാസൻ ബ്രദർ ജെയിംസ് കൊടുന്തർ അവറുകൾ ആ ഗാനം ആലപിക്കുന്നു. ദൈവദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. അഗ്നിത്തേരിൽ ദൂതരോത്തു സ്വർഗയാത്ര ചെയ്യുന്നു. പറുദീസയിൽ പ്രവേശിപ്പാനായി ഞാനും പോകുന്നു. പറുദീസയിൽ പ്രവേശിപ്പാനായി ഞാനും പോകുന്നു. മണ്ണിൽ നിന്നെടുത്തൻ ദേഹം മണ്ണിലേക്കു ലയിപ്പാൻ നിങ്ങളെൻ്റെ ദേഹം മണ്ണിൽ മറവു ചെയ്തിടണം. നിങ്ങളെൻ്റെ ദേഹം മണ്ണിൽ മറവു ചെയ്തിടണം. യാത്രമധ്യേ സാത്താനെന്നെ എതിർക്കാൻ വന്നിടുമ്പോൾ ദൂതന്മാർ കാവൽ ചെയ്തെന്നെ പറുദീസേ എത്തിക്കും. ദൂതന്മാർ കാവൽ ചെയ്തെന്നെ പറുദീസേ എത്തിക്കും. എന്നെയോർത്തു ദുഃഖിക്കേണ്ട, നിങ്ങളെന്നെ കണ്ടിടും. വിശ്വാസത്താൽ ദൈവപാതേ നിങ്ങളും നടക്കുകിൽ. വിശ്വാസത്താൽ ദൈവപാതേ നിങ്ങളും നടക്കുകിൽ. കാണും നമ്മൾ മുഖാമുഖം, അന്നു നമ്മൾ ആർത്തിടും. ഉല്ലാസത്തോടെ നാം അന്ന് ദൈവത്തെ വന്ദിച്ചിടും. ഉല്ലാസത്തോടെ നാം അന്ന് ദൈവത്തെ വന്ദിച്ചിടും. വളരെ പ്രത്യാശ നൽകിയ ഒരു ഗാനം. ആ പാട്ട് പിന്നെയും പിന്നെയും കേട്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നി. അത്രമാത്രം പ്രത്യാശയുള്ള ഒരു ഗാനം. വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളുടെയും ഉള്ള സന്തോഷിക്കുന്ന ഒരു ഗാനമാണ്. കാരണം
ഈ അനുഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും പറയാൻ കഴിയുന്നത് ആ അമ്മ പറഞ്ഞ സെന്റൻസ് തന്നെയാണ്. ഞാൻ പോകുന്നു, കർത്താവ് വരും, നാം ഒരുമിച്ച് അവിടെ കാണും. ആ പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ഗാനം. താങ്ക് യു ജെയിംസ് ഷാ ഫോർ യുവർ ഗുഡ് സിംഗിങ്. വീണ്ടും നമുക്ക് കടന്നു വരട്ടെ. ഒരു ഉറക്കത്തിന്റെ ഗാനം, ഉറങ്ങാനുള്ള ഒരു ഗാനമല്ല, എന്നാൽ ഉറങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ഗാനം. എന്നെ വളരെ ചിന്തിപ്പിച്ച, സന്തോഷിപ്പിച്ച ഒരു ഗാനം. ഒരു കാലഘട്ടത്തിൽ ഈ പാട്ടിന്റെ ട്യൂണിൽ ഏതാണ്ട് ഇതേപോലൊരു പാട്ടുണ്ടായിരുന്നു. പല ടീമുകളിൽ ഞാൻ പാടാൻ പോകുമ്പോൾ അത് ആ പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനം ഏകദേശം 11:30 മണിയൊക്കെ ആവും പ്രോഗ്രാമിൽ പാടുന്ന ഒരു പാട്ടാണ്. കാരണം ഇനി ഉറങ്ങിക്കോളൂ എന്നർത്ഥം വരുന്നൊരു ഗാനം. ആ ട്യൂണിൽ എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു ഗാനമാണ് ഞാൻ ഉറങ്ങിയിടും മുൻപായി ദൈവമേ നന്ദി ഞാൻ ഏകിടുന്നു, ഇന്ന് പകൽ മുഴുവൻ എന്നെ നീ കാത്ത് സൂക്ഷിച്ചതിനാൽ. വളരെ അർത്ഥവത്തായ ഒരു ഗാനം. നമുക്ക് എങ്ങനെ പറയാം, സന്ധ്യാകീർത്തനമാണ് എന്ന് പറയാം. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം കർത്താവിന്റെ ദാസൻ നമ്മെ ഓർപ്പിക്കുന്നതായിരിക്കും. ഇതൊരു പ്രാർത്ഥനാ ഗാനമാണ്. ഒരു പ്രമുഖ സിനിമാ ഗാനത്തിന്റെ ട്യൂണിലാണ് എഴുതിയത്. സാധാരണ ബിസിനസ്സുകാര് മാസത്തിലൊരിക്കലാണ് അവരുടെ കണക്ക് പരിശോധിക്കുന്നത്. എന്നാൽ ഒരു വിശ്വാസി ദിനംതോറും അവനെ തന്നെ ശോധന ചെയ്യണം. ഉറങ്ങുന്നതിന് മുമ്പ് ദൈവമേ ഇന്നത്തെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, അത് തിരുത്തി മുന്നോട്ട് പോകണം. അത് മാത്രമല്ല, ഉറങ്ങുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങുവാൻ സാധിക്കണം. ദുഷ്ടശക്തികള്, പൈശാചിക ശക്തികള് ഉപദ്രവിക്കാൻ പാടില്ല. ദൂതന്മാർ കാസൂക്ഷിക്കണം. ഒരു പ്രാർത്ഥന ഗാനമായിട്ടാണ് ഞാൻ എഴുതിയത്. എല്ലാവർക്കും അത് ഒരു പ്രാർത്ഥന ഗാനമായിട്ട് പാടുവാൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്ന് ചിന്തിച്ച് എഴുതിയതാണ്. എലിസബത്ത് രാജുവാണ് അത് ആദ്യമായിട്ട് പാടിയത്. ഏകദേശം 60,000-ൽ പരം ആളുകൾ ഇതിനകം അത് കേട്ട് കഴിഞ്ഞു. ഒരു നല്ല പ്രാർത്ഥനാ ഗാനമാണ്. ചില പള്ളികളിലും അവർ പ്രാർത്ഥനാ ഗാനമായിട്ട് ഇത് ഇടാറുണ്ടെന്ന് കേൾക്കാറുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പേ ആളുകൾക്ക് പാടാൻ സാധിക്കുന്ന ഒരു ഗാനമാണ്. ആ പ്രാർത്ഥനയോടെ ഉറങ്ങി ദൈവമേ ഉണരുമ്പോൾ നിന്റെ മുഖം കാണണം. അതാണ് അവസാനത്തെ വരിയിൽ ഞാൻ എഴുതിയത്. നിന്റെ മുഖം കണ്ട് ഉണർന്ന് തുടർന്നുള്ള ജീവിതം മുന്നോട്ട് പോകാൻ ഇടയാകണം. ഒരു പ്രാർത്ഥനാ ഗാനമായിട്ട് എല്ലാവരും ഇത് ഉപയോഗിക്കണം. ഞാനും അത് ഉപയോഗിക്കുന്നു. അത് കേട്ട് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആ ഉദ്ദേശത്തിലാണ് അത് എഴുതിയത്. മാത്രമല്ല, ഈ ഗാനത്തിൽ ഒരു വരി എന്നെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. രാത്രി മുഴുവനും ഇന്ന് എനിക്ക് ആനന്ദ നിദ്ര നീ നൽകിയിടണം, ദുഷ്ടാത്മ ശക്തി തൊടാതെ എന്നെ കാത്തു സൂക്ഷിക്കണം. സ്വാഭാവികമായിട്ട് പറയും നിദ്ര നൽകിയിടണം. പക്ഷെ അദ്ദേഹം എഴുതിയത് ആനന്ദ നിദ്ര എന്നാണ്. ഒരു ദൈവ പൈതലിന് മാത്രമാണ് നിദ്ര ആനന്ദകരമായി തീരുന്നത്. കാരണം സുഖമായ ഉറക്കം, നമ്മൾ പറയും എപ്പോഴും സുഖകരമായ ഉറക്കം, പ്രത്യാശയോടുള്ള ഉറക്കം, ആ ഉറക്കത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ വിശ്രമത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ആ ഗാനം കേൾക്കുന്നതിന് മുമ്പ് കർത്താവിന്റെ ദാസനോട് മറ്റൊരു കാര്യം കൂടെ നാം ചോദിക്കും. നമ്മൾ ഗാനം കേൾക്കാൻ പോകുകയാണെങ്കിൽ പോലും ജീവിതത്തിന്റെ ഈ തിരക്കുകളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ഈ ഓട്ടത്തിന്റെ മധ്യത്തിൽ പലപ്പോഴും നമ്മൾ പറയും പകല് 12 മണിക്കൂർ പോരാതെ വരുന്നു എന്ന് പറയുന്ന ഒരു സമയമാണ്. ഈ ഓട്ടത്തിന്റെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുവാനും വചനം ധ്യാനിപ്പാനും ദൈവം തരുന്ന ആശയങ്ങൾ ഗാനങ്ങളായിട്ട് രൂപപ്പെടുത്തുവാനും അതിന് ട്യൂണ് കണ്ടെത്തുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും അത് കേട്ട് സന്തോഷിപ്പാനും കർത്താവിന്റെ ദാസൻ ഏത് നിലയിൽ സമയം കണ്ടെത്തുന്നു എന്നുകൂടെ ഞങ്ങളോട് ഓർപ്പിച്ചാൽ ഉപകാരമായിരിക്കും. ഞാൻ 1.5 മണിക്കൂറിൽ കൂടുതൽ യാത്ര ചെയ്താണ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ യാത്രാ മധ്യ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് എപ്പോഴും പോകുന്നത്. പല കാര്യങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഗാനത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, രാത്രിയുടെ യാമങ്ങളിൽ എനിക്ക് ധ്യാനിപ്പാൻ കഴിയണം. അപ്പോൾ ചില സമയങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് ഉണരും. ആ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നിന്നെ ധ്യാനിപ്പാൻ എനിക്ക് കഴിയണം, അതിനുള്ള കൃപ ലഭിക്കണം. അപ്പോൾ ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അത് വേഗത്തിൽ ചെയ്യും. അതുപോലെ തന്നെ ഈ സമയം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചിന്തിക്കാനായിട്ട് സാധിക്കുമല്ലോ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ പോകാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടാണ് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ദൈവശാസ്ത്രം പഠിച്ച് ഡോക്ടറേറ്റ് എടുക്കുവാനും കർത്താവിന്റെ ദാസന് ദൈവം കൃപ ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നൊരു ദൈവദാസനാണ്. അപ്പോൾ ജീവിത അനുഭവങ്ങളിൽ ഗാനങ്ങൾ വന്നില്ലെങ്കിലേ ഉള്ള അതിശയം. ആ ഗാനം നമുക്ക് കേൾക്കാം. കേട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
മുൻപായി. ദൈവമേ നന്ദി ഞാനേകിടുന്നു, ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. ഞാനുറങ്ങിടും മുൻപായി. ദൈവമേ നന്ദി ഞാൻ ഏകിടുന്നു, ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. ചെയ്തതാം തെറ്റുകളൊക്കെയും നിൻരുതിരത്തിൽ കഴുകി. ഇന്നു ഞാൻ ചെയ്തതാം തെറ്റുകളൊക്കെയും നിൻരുതിരത്തിൽ കഴുകി. എന്നെ നീ ശുദ്ധനാക്കി നിൻ പാതയിൽ എന്നെ നിർത്തിയിടണം. എന്നെ നീ ശുദ്ധനാക്കി നിൻ പാതയിൽ എന്നെ നിർത്തിയിടണം. ഞാനുറങ്ങിടും മുൻപായി. ദൈവമേ നന്ദി ഞാൻ ഏകിടുന്നു, ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. ഞാനുറങ്ങിടും നേരം ദൂതന്മാർ കാത്തു സൂക്ഷിച്ചിടണം. ഞാനുറങ്ങിടും നേരം ദൂതന്മാർ കാത്തു സൂക്ഷിച്ചിടണം. രാത്രിയിൻ യാമങ്ങളിൽ ധ്യാനിപ്പാൻ കൃപ നീ ചെയ്തിടണം. രാത്രിയിൻ യാമങ്ങളിൽ ധ്യാനിപ്പാൻ കൃപ നീ ചെയ്തിടണം. ഞാനുറങ്ങിടും മുൻപായി. ദൈവമേ നന്ദി ഞാനേകിടുന്നു, ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. രാത്രി മുഴുവനും ഇന്നെനിക്കാനന്ദ നിദ്ര നീ നൽകിയിടണം. രാത്രി മുഴുവനും ഇന്നെനിക്കാനന്ദ നിദ്ര നീ നൽകിയിടണം. ദുഷ്ടാത്മശക്തി തൊടാതെ എന്നെ കാത്തു സൂക്ഷിച്ചിടണം. ദുഷ്ട
നിന്നാത്മശക്തി തൊടാതെ എന്നെ കാത്തു സൂക്ഷിച്ചിടേണം. ഞാനുറങ്ങിടും മുൻപായി ദൈവമേ നന്ദി ഞാൻ ഏകിടുന്നു. ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. ഞാനുറങ്ങിടുമ്പോൾ നിന്റെ രൂപം കണ്ടാനന്ദിച്ചിടാം. ഞാനുറങ്ങിടുമ്പോൾ നിന്റെ രൂപം കണ്ടാനന്ദിച്ചിടാം. നിന്നാത്മശക്തി എന്നിൽ ദൈവമേ നീ പകർന്നു തന്നിടേണം. നിന്നാത്മശക്തി എന്നിൽ ദൈവമേ നീ പകർന്നു തന്നിടേണം. ഞാനുറങ്ങിടും മുൻപായി ദൈവമേ നന്ദി ഞാനേകിടുന്നു. ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. ഇന്നു പകൽ മുഴുവൻ എന്നെ നീ കാത്തു സൂക്ഷിച്ചതിനാ. തിരുനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം കൂടെ കേൾക്കുവാൻ നമുക്ക് കൃപ ചെയ്തു. എക്സാമ്പിളുടെ ഒരു ഗാനം കൂടെ കേട്ടിട്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകാം. എന്റെ പ്രിയൻ വാനിൽ വരാറായി എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ട്യൂണിൽ അദ്ദേഹം ഒരു ഗാനം എഴുതിയിട്ടുണ്ട്. യേശുരാജൻ വീണ്ടും വരാറായി, മധ്യവാനിൽ നമ്മെ ചേർക്കാറായി. വളരെ പ്രത്യാശ നൽകുന്ന ഒരു ഗാനം. ഈ ഗാനത്തിന്റെ സാഹചര്യം കർത്താവിന്റെ ദാസൻ പറയുന്നതിനോട് കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിലനിർത്തി പോലുമ്പോൾ തന്നെ നമുക്കറിയാം, വെറുതെ ഒരു പാട്ട് എഴുതുക എന്ന അർത്ഥത്തിൽ കുത്തിക്കുറിക്കുന്ന വരികളല്ല. വളരെ ദൈവകൃപ അനുഭവിച്ച് എഴുതുന്ന ഗാനങ്ങളാണ് ഇതൊക്കെ. പലപ്പോഴും പലരും പറയാറുണ്ട്, പാട്ട് എഴുതാനുള്ള ഒരു താല്പര്യമുണ്ട്, പക്ഷേ വരികൾ വരുന്നില്ല, ആശയങ്ങൾ വരുന്നില്ല, അല്ലെങ്കിൽ വരികൾ വരുമ്പോൾ അത് ആ ട്യൂണിന് ഒക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ എഴുതുന്ന ഓരോ വരികളും അല്ലെങ്കിൽ ഓരോ ആശയങ്ങളും വളരെ അനുഗ്രഹമായി നാം പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇതിന്റെ ട്യൂണ് അല്ലെങ്കിൽ ഇതിന്റെ വരികൾ, എല്ലാ പാട്ടുകളും മറ്റു പാട്ടുകളുടെ ട്യൂണിലുള്ള പാട്ടുകളല്ല, ചിലത് മാത്രമേ ഉള്ളൂ അങ്ങനെ. പുതിയ ട്യൂണ് ലഭിക്കുന്നതിനെ കുറിച്ചും ആ വരികൾ എങ്ങനെ ക്രോഡീകരിക്കുന്നു, ദൈവസന്നിധിയിൽ എത്രത്തോളം അതിന് പുറകിൽ പ്രാർത്ഥനയുണ്ട് എന്നിത്യാദി കാര്യങ്ങളെക്കുറിച്ചും ഈ ഗാനത്തെക്കുറിച്ചും ചില വാക്കുകൾ കർത്താവിന്റെ ദാസൻ ഓർപ്പിക്കുന്നതായിരിക്കും. എല്ലാ കാലഘട്ടത്തിലും ജീവിക്കുന്നവർ കർത്താവ് അവരുടെ തലമുറയിൽ വരും എന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതാണ് ദൈവവചനം ഉദ്ദേശിക്കുന്നത്. കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട് ഇതേവരെ വന്നില്ല, പക്ഷേ വിശ്വാസികളെ ഉത്തേജിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആ ഗാനം എഴുതിയത്. പ്രമുഖ ഒരു ഗാനത്തിന്റെ ട്യൂണിലാണ് എഴുതിയത്. വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ പ്രത്യാശ നൽകുന്ന ഒരു ഗാനമാണ്. അതിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. സൂര്യനെ പോലെ ശോഭിക്കും. ആ ഭാവിയിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പോകുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ എൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ദൂതന്മാരോടൊപ്പം ഈ വാനഗോളങ്ങളെ താണ്ടി പോകുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ചിന്തകളും എൻ്റെ മനസ്സിൽ കടന്നു വരാറുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കണമല്ലോ. നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് എന്നുള്ളത് മാത്രമല്ല, നിത്യജീവിതത്തെക്കുറിച്ചും ചിന്തിക്കണം. അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഞാൻ എഴുതിയൊരു പ്രത്യാശ നൽകുന്ന ഒരു ഗാനമാണ്. കർത്താവ് ദൂതന്മാരോടൊപ്പം
മധ്യാകാശത്തിൽ ചേർക്കപ്പെടും. അതുപോലെ നമ്മുടെ ഈ ഭൗമികമായ ശരീരത്തിനൊരു മാറ്റം വരും. മൺശരീരം മാറി വിൺ ശരീരം പ്രാപിക്കും. അപ്പോൾ നമ്മളും ദൈവത്തിന്റെ സൂര്യനെ പോലെ ശോഭിക്കുന്നവരായി തീരും. അതൊക്കെ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് എഴുതിയൊരു ഗാനമാണ്. വിശ്വാസികൾക്ക് അത് പ്രത്യാശ പകരുന്നതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആനുഗോളങ്ങളെ താണ്ടി ഞാൻ പോയിടുന്നത് ഓർത്തിടുമ്പോൾ പ്രാണനാഥ ആശയാൽ നിറഞ്ഞിടുന്നു. നമുക്കെല്ലാം പറയാൻ അതാണ് കഴിയുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു വ്യക്തി നമ്മുടെ രൂപാന്തരത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചോദിച്ചു, സമയമെടുക്കും ഈ പ്രപഞ്ചവും ഈ ഗോളങ്ങളും ഒക്കെ ഒന്ന് കണ്ടായിരിക്കുമല്ലോ അങ്ങ് പോകുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, അത് കാണാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടാവില്ല. കാരണം കണ്ണിമയ്ക്കുന്നതിനിടയിൽ ആ വലിയ യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ ആ വലിയ മുഹൂർത്തത്തെ മനസ്സിൽ ധ്യാനിച്ച് സ്തോത്രം ചെയ്ത് കാത്തിരുന്നുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം. പ്രിയമകൾ അക്സാറ്റി സന്തോഷ് ഈ ഗാനം ആലപിക്കുന്നു. പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. വാനിൽ ധ്വനി മുഴങ്ങും നമ്മൾ ആനന്ദിച്ചിടും വേഗം ചേർന്നു പോകും ദൂതരൊപ്പമാ. വാനിൽ ധ്വനി മുഴങ്ങും നമ്മൾ ആനന്ദിച്ചിടും വേഗം ചേർന്നു പോകും ദൂതരൊപ്പമാ. യേശുരാജൻ വീണ്ടും വരാറാ, മധ്യവാനിൽ നമ്മെ ചേർക്കാറാ. ിടും ഞാൻ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരം പ്രാപിച്ചിടും ഞാൻ. മൺദേഹം വിട്ടു വിണ്ണായ ദേഹം കൊണ്ടു ഞാൻ വെണ്മ വസ്ത്രമുള്ള കൂട്ടത്തിൽ ചേരും. മൺദേഹം വിട്ടു വിണ്ണായ ദേഹം കൊണ്ടു ഞാൻ വെണ്മ വസ്ത്രമുള്ള കൂട്ടത്തിൽ ചേരും. ശോഭിച്ചിടും ഞാൻ അന്ന് തന്മുഖം കണ്ടാനന്ദിച്ചിടും. സൂര്യനെ പോൽ ശോഭിച്ചിടും ഞാൻ അന്ന് തന്മുഖം കണ്ടാനന്ദിച്ചിടും. എന്നും ആഹ്ലാദിച്ചിടും നിത്യം സ്തുതി പാടിടും എന്നെ വീണ്ടെടുത്ത നാഥൻ സവിതേ. എന്നും ആഹ്ലാദിച്ചിടും നിത്യം സ്തുതി പാടിടും എന്നെ വീണ്ടെടുത്ത
താങ്ക് യു. എക്സാമ്പിൾ വളരെ അനുഗ്രഹീതമായ ആ ഗാനം ആലപിപ്പാൻ പ്രിയ മകളെ ദൈവം കൃപ ചെയ്തു. പ്രത്യാശ നിറഞ്ഞ വളരെ അർത്ഥവത്തായ ഒരു ഗാനം. ഇതിനിടയിൽ കർത്താവിന്റെ ദാസനോട് തന്റെ കുടുംബത്തെക്കുറിച്ചും അവിടെയുള്ള സഭയെക്കുറിച്ചും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്നത് പറഞ്ഞു. ആ കാര്യങ്ങളെക്കുറിച്ചും ചുരുക്കമായ ചില വാക്കുകൾ കേൾക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 2014 സ്റ്റാഫോർഡ് ബൈബിൾ ചാപ്പൽ ആരംഭിച്ചത്. അത് ഞാനാണ് ആരംഭിച്ചത്. അന്ന് കേവലം 3 വ്യക്തികളെ ഉള്ളൂ, ഒരു കുടുംബമേ ഉള്ളൂ. കുണ്ട്ര സഭ ആരംഭിച്ചത് എൻ്റെ പിതാവാണ്. അന്ന് ഒരു ഫാമിലിയെ ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് എൻ്റെ സഹോദരങ്ങൾ വന്നു. ഇപ്പോൾ 10 ഫാമിലിയുണ്ട്. അങ്ങനെ സ്റ്റാഫോർഡ് എന്ന സ്ഥലത്ത് ആ സഭ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നു. പിന്നെ ഞാനൊരു കോളേജ് അധ്യാപകനാണെന്ന് പറഞ്ഞു. പ്രയറി വ്യൂ A&M യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ടൈം ഫാക്കൽറ്റിയാണ്. അവിടെ ലോ ക്ലാസ്സസും ക്രിമിനൽ ജസ്റ്റിസ് ക്ലാസ്സും പഠിപ്പിക്കുന്നു. അമേരിക്കയിൽ വന്നും തുടർന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഈ ജോലിയിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ വന്ന് മാസ്റ്റേഴ്സ് ഡിഗ്രി എടുത്തു, PhD എടുത്തു. അതുപോലെ തന്നെ ആദ്യം പഠിച്ചത് തിയോളജിയാണ്. തിയോളജിയിൽ BTHും MDയും PhD എടുത്തു. അതിനുശേഷമാണ് മറ്റ് മാസ്റ്റേഴ്സും സെക്കുലർ പഠനത്തിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ മുമ്പേ ദൈവത്തിന്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് പോവുകയാണ് ചെയ്തത്. ജോലിയോടൊപ്പം ആത്മീയ പ്രവർത്തനം ചെയ്യുന്നു. അത് ഫുൾ ടൈം തന്നെയാണ് ഞാൻ ചെയ്യുന്നതെല്ലാം ഫുൾ ടൈമാണ്. ഒരു കാര്യവും പാർട്ട് ടൈം അല്ല. കാരണം ആ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ അത് ഫുൾ ടൈമാണ്. നമ്മൾ ഏത് കാര്യത്തിൽ ഏർപ്പെടുന്നോ ആ കാര്യങ്ങൾ ശരിക്കും ചെയ്യുമ്പോൾ അത് ഫുൾ ടൈമായിട്ട് ചിന്തിക്കും. ആ നിലയിൽ പഠനവും പഠിപ്പിക്കുകയും ആത്മീയ പ്രവർത്തനവും അതുപോലെ സാഹിത്യ പ്രവർത്തനവും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെടാറുണ്ട്. എന്നാൽ എൻ്റെ പ്രധാന ലക്ഷ്യം ദൈവിക കാര്യങ്ങൾക്കാണ്. കാരണം നമ്മുടെ ഈ ലോകത്തിൽ നേടുന്ന എല്ലാം ഇവിടുന്ന് ഉപേക്ഷിച്ചിട്ട് നമ്മുടെ പ്രവൃത്തികൾ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരും. നല്ല പ്രവൃത്തികൾ, ദൈവത്തിന്റെ ഉദ്ദേശം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, എല്ലാവരെയും കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. ആ പദ്ധതി അനുസരിച്ച് നമ്മൾ ജീവിക്കണം. ദൈവം അത് ഓരോ സമയത്ത് വെളിപ്പെടുത്തി തരും. മുന്നിലുള്ള ഒരു ചുവട് വയ്ക്കുവാനുള്ള വഴി മാത്രമേ ചിലപ്പോൾ ദൈവം കാണിച്ചു തരികയുള്ളൂ. പാട്ടുകാരൻ തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, മുന്നിലുള്ള ഒരു ചുവട് വയ്ക്കാനുള്ള നീ എനിക്ക് കാണിച്ചു തരും. അപ്പോൾ ജോലിയോടൊപ്പം ആത്മീയ പ്രവർത്തനം ചെയ്യുന്നു, പഠിപ്പിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്നാൽ ഈ ഞാൻ പറഞ്ഞല്ലോ, പഠിപ്പിക്കാൻ പോകുമ്പോൾ 1.5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യും. ആ സമയത്ത് ഡ്രൈവ് ചെയ്യുന്നതോടൊപ്പം ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് പോകുന്നത്. അപ്പോൾ ദൈവം ചില പ്രേരണകൾ നൽകും, ചില ചിന്തകൾ തരും. അത് ഗാനങ്ങളിലായിട്ട് എഴുതി ചേർക്കാറുണ്ട്. അതേപോലെ തന്നെ പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. നല്ല അയൽക്കാരൻ എന്ന ഒരു ഖണ്ഡകാവ്യം എഴുതി. അത് നല്ല ശബരിയക്കാരനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കേകവൃത്തത്തിൽ എഴുതി. ആശാസാഫല്യം, ചുങ്കക്കാരൻ സക്കായിയുടെ ഇതിവൃത്തം അടിസ്ഥാനമാക്കി എഴുതിയതാണ്. അത് മഞ്ചരി വൃത്തത്തിൽ എഴുതിയ ഖണ്ഡകാവ്യങ്ങളാണ്. തുടർന്നും എഴുതുന്നുണ്ട്. പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10 പേരുടെ ജീവചരിത്രം ഈ അടുത്ത സമയത്ത് ഞാൻ പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെ ഇനിയുള്ള സമയങ്ങളിലും പല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പറയാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ആഗ്രഹത്തെ ദൈവം മാനിക്കട്ടെ. ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണത്തെ കൊണ്ട് ദൈവം നൽപ്പെടുന്ന വേല ചെയ്യും. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ഈ പ്രായത്തിൽ അച്ഛന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇതിലും വലുത് കർത്താവിന്റെ ദാസനോട് ചെയ്യാനായിട്ട് കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ഞാൻ ഓർപ്പിച്ചത് അച്ഛന്റെ കുടുംബത്തെ കുറിച്ചുകൂടെ ചില കാര്യങ്ങൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ, എന്റെ കുടുംബത്തെ കുറിച്ച് പറയാം. എൻ്റെ ഭാര്യ റാന്നി നെടുന്തോട്ടത്തിൽ കുടുംബത്തിലൊരു അംഗമാണ്. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഞങ്ങൾ കുടുംബമായി സ്റ്റാഫോർഡിൽ താമസിക്കുന്നു. മൂത്ത മകനും കുടുംബവും ഞങ്ങളോടൊപ്പമാണ് താമസിക്കുന്നത്. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അവന്റെ ഭാര്യ പോത്താനിക്കാട്ടിൽ നിന്നുള്ളതാണ്. അതേപോലെ രണ്ടാമത്തെ മകൻ ഗോഡ്വിൻ മാത്യു, അവൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അവൻ ഇവിടെയുള്ള ഒരു പെൺകുട്ടിയാണ് വിവാഹം കഴിച്ചത്. മൂത്ത മകന് 2 മക്കളും അതേപോലെ ഇളയ മകന് 3 മക്കളും ഉണ്ട്. അങ്ങനെ 5 ഗ്രാൻഡ് കിഡ്സ് ഞങ്ങൾക്കുണ്ട്. എൻ്റെ വൈഫിന്റെ പേര് റോസമ്മ മാത്യു. റാന്നി നെടുന്തോട്ടത്തിൽ കുടുംബാംഗമാണ്. വൈഫിന്റെ കുടുംബാംഗങ്ങൾ എല്ലാം ഇവിടെ US-ലുണ്ട്, അമേരിക്കയിലുണ്ട്. ഇപ്പോൾ റാന്നിയിൽ ഇവിടെ ആരും തന്നെ ഇല്ല. ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ പെട്ടവര് ആരും തന്നെ ഇല്ല. എൻ്റെ സഹോദരങ്ങളും
മിക്കവാറും ആളുകൾ ഇവിടെ സ്റ്റാഫോർഡിലുണ്ട്, ഞങ്ങളുടെ സഭയിലാണ്. അതിനാൽ ഒരു സഹോദരി ചേപ്പാട്ടും വേറൊരു സഹോദരൻ സുവിശേഷനായിട്ട് സഭയിലും പ്രവർത്തിക്കുന്നു, നിയമിക്കുന്നുണ്ട്. താങ്ക് യു. മറ്റൊരു ഗാനം, കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എന്റെ ആത്മമിത്രം യേശുവല്ലോ, ആകുല ചിന്തകൾ ഏറിടും വേളയിൽ ആശ്വാസം പകരുന്നത് യേശുവല്ലോ. ഈ കാര്യത്തെക്കുറിച്ചും രണ്ടു വാക്ക് ഓർപ്പിച്ചിട്ട് കർത്താവിന്റെ ദാസൻ ജെയിംസ് ഷാൻ ആ ഗാനം ആലപിക്കുന്നതായിരിക്കും. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതിയൊരു ഗാനമാണ്. ഈ ഗാനം കുമ്പനാട് കൺവെൻഷനിലും അതുപോലെ ചെറുവക്കൽ IPC സെൻട്രൽ കൺവെൻഷനിലും പാടുവാൻ ഇടയായി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലം, ഒരിക്കൽ ഒരു ശാസ്ത്രി കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, എന്റെ കൂട്ടുകാരൻ ആരാണ്? അപ്പോൾ യേശു ക്രിസ്തു ഒരു ഉപമ രൂപത്തിൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കൂട്ടുകാരൻ ആരാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞില്ല, പക്ഷെ ആ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആര് നമ്മുടെ കൂട്ടുകാരാണ്. ഞാൻ അമേരിക്കയിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ആയിരുന്നപ്പോൾ പലരുമായിട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാവരുടെയും സ്നേഹം ഒരുപോലെ ആയിരുന്നില്ല. പലരും കറക്റ്റായിട്ട് സ്നേഹിച്ചിരുന്നില്ല. പലർക്കും അവരുടേതായ ഉദ്ദേശമുണ്ടായിരുന്നു. ആ നിലയിൽ ചില ചതിക്കുഴികളിലൊക്കെ ചാടുവാനായിട്ടും ഇടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരാണ്? അത് ദൈവമാണ്. കൂട്ടുകാരെന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചതിൽ നിന്ന് ഈ ലോകത്തുള്ള എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ, സഹോദരങ്ങള്, മക്കള്, ഈ എല്ലാവരും അതിൽ ഉൾപ്പെടും. അതിനേക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുന്നത് നമ്മുടെ കർത്താവാണ്. അതെന്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യർ പലപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ചിലർക്ക് അവരുടേതായ ഉദ്ദേശങ്ങളുണ്ട്. ചിലർ ചിലപ്പോൾ നമ്മളെ ചതിക്കുഴിയിൽ അകപ്പെടുത്തും. അങ്ങനെയുള്ള ജീവിത അനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ കർത്താവ് അങ്ങനെയല്ല. യഥാർത്ഥമായിട്ട് എന്നെ സ്നേഹിച്ച് വഴി നടത്തി. അത് ആ കരങ്ങൾ എപ്പോഴും ആ കരങ്ങൾ നീതിയുള്ള കരങ്ങൾ. കർത്താവിന്റെ കരങ്ങൾ ഞാൻ നീതിയുള്ള കരങ്ങൾ എന്നാണ് പറഞ്ഞത്. കാരണം എന്താണെന്നറിയാമോ? ബാലശിക്ഷ നൽകും. ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവെന്ന് വിളിച്ചിട്ട് കാര്യമില്ല, പക്ഷേ കർത്താവ് എന്നെ ശുദ്ധീകരിച്ച്. അപ്പൊ നീതിയുള്ള കരങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ആ പദം തന്നെ ഉപയോഗിക്കുന്നത്, നീതിയുള്ള കരങ്ങൾ. അതേപോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രയാസങ്ങളിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. പിന്നെ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തും. ഞാൻ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ എന്നെ അതിശയകരമായും അത്ഭുതകരമായും ദൈവം വഴി നടത്തി. എന്നെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാൻ നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അപ്പുറമായിട്ട് തന്നെ ദൈവം വഴി നടത്തി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ അറ്റോർണിയാണ്, അധ്യാപകനാണ്. പല കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിലാണ് ഈ ഗാനം എഴുതുന്നത്. താങ്ക് യു ചായ. ആ പ്രത്യാശയോടെ, ആ അനുഭവ ചിന്തകളോടെ നമുക്ക് ആ ഗാനം കേൾക്കാം. കർത്താവിന്റെ ദാസൻ ജെയിംസ് ഷാനെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. ആകുല ചിന്തകളേറിടും വേളയിൽ ആശ്വാസം പകരുന്നതേശുവല്ലോ. ആകുല ചിന്തകളേറിടും വേളയിൽ ആശ്വാസം പകരുന്നതേശുവല്ലോ. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. നീതിമാനു തുണയേകി കാത്തിടുന്നോ, നീതിയിലെന്നും എന്നെ പാലിക്കുന്നു. നീതിമാനു തുണയേകി കാത്തിടുന്നോ, നീതിയിലെന്നും എന്നെ പാലിക്കുന്നു. വീതമാകുന്നതൻ നീതിയിൻ കരങ്ങൾ
ഏതു നേരത്തും ഞാൻ ദർശിക്കുന്നു. വീതമാകുന്നതൻ നീതിയൻ കരങ്ങൾ ഏതു നേരത്തും ഞാൻ ദർശിക്കുന്നു. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന നാഥൻ മുന്നമേ ഗ്രഹിക്കും എന്നാവശ്യങ്ങൾ. ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന നാഥൻ മുന്നമേ ഗ്രഹിക്കും എന്നാവശ്യങ്ങൾ. യാചിക്കും നേരത്തു ചോദിക്കും കാര്യങ്ങൾ ഏകുന്ന ഹിതത്തിനതീതമായി. യാചിക്കും നേരത്തു ചോദിക്കും കാര്യങ്ങൾ ഏകുന്ന ഹിതത്തിനതീതമായി. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടു പാരിൽ പാർത്തിടുമ്പോൾ. ജീവിതത്തിൽ നേരിടുന്ന ക്ലേശങ്ങളാൽ ഭാരപ്പെട്ടു പാരിൽ പാർത്തിടുമ്പോൾ. ഭാരപ്പെടേണ്ട നിൻ ക്ലേശങ്ങളോർത്തു ചാരയെത്തി യേശുവോതിടുന്നു. ഭാരപ്പെടേണ്ട നിൻ ക്ലേശങ്ങളോർത്തു ചാരയെത്തി യേശുവോതിടുന്നു. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. ആകുല ചിന്തകളേറിടും വേളയിൽ ആശ്വാസം പകരുന്നതേശുവല്ലോ. ആകുല ചിന്തകളേറിടും വേളയിൽ ആശ്വാസം പകരുന്നതേശുവല്ലോ. കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിക്കും എൻ്റെ ആത്മമിത്രം യേശുവല്ലോ. താങ്ക് യു ജെംഷ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാൻ, അനേക സ്ഥലങ്ങളിൽ പാടി സന്തോഷിക്കുന്ന ഒരു ഗാൻ. വീണ്ടും കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ വിശ്വാസ കുടുംബങ്ങളിൽ പോലും യുവതലമുറകൾ പോലും ദൈവകൃപയിൽ നിന്ന് വീണുപോകുന്ന ഒരു കാലഘട്ടമാണ്. ദൈവവചനം അറിയാതെ, വാക്യങ്ങൾ അറിയാതെ, പ്രാർത്ഥിക്കാൻ അറിയാതെ, ദൈവത്തോടുള്ള ഭയം നഷ്ടപ്പെട്ട് ജഡീകമായി ലൗകികമായി ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ അവരിൽ നിറഞ്ഞ് ദൈവത്തെ മറന്ന് നടക്കുന്ന ഒരു തലമുറയുടെ കാലത്താണ് നാം ഒക്കെ ജീവിക്കുന്നത്. അത് ഒരുപക്ഷെ ഇവിടെ മാത്രമല്ല, ലോകത്തെവിടെയും. ആ തലമുറയോട് ദൈവകൃപയിലേക്ക് മടങ്ങി വരാൻ പറയുന്ന ഒരു വചനമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യം. ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാനുണ്ട്. എന്നാൽ അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് സമയം കർത്താവിന്റെ ദാസന് നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സംസാരിപ്പാനുള്ള ദൈവിക സന്ദേശം കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. കർത്താവിന്റെ ദാസനെ അതിനായിട്ട് ക്ഷണിക്കും. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 4:18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. റോമർ 4:18 മുതൽ 22 വരെ. നിന്റെ സന്തതി ഇവണ്ണം ആകൂ എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകൂ എന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകുകയാൽ തൻ്റെ
ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടും ദൈവത്തിന് മഹത്വം കൊടുത്തും അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിക്കുവാനായി ഉറച്ചു. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. പഴയ നിയമ വിശുദ്ധന്മാരിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി ഉയർത്തപ്പെട്ടു. അബ്രഹാമിന്റെ ജീവിതം നമ്മൾ പല പ്രാവശ്യം കേൾക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ അറിയാം. എന്നാൽ ഒരു ചെറിയ ചിന്ത മാത്രമേ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അബ്രഹാമിനെ ദൈവം വലിയവനാക്കി. എന്നാൽ തൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം നൽകി. ഒന്ന്, പരീക്ഷ നൽകി. ആ പരീക്ഷയിൽ വിജയിച്ചു. എന്നാൽ ഇവിടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. എൻ്റെ ജീവിതത്തിൽ 2 കാര്യങ്ങൾക്ക് ഞാൻ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാറുണ്ട്. അതെൻ്റെ ജീവിത അനുഭവങ്ങളാണ്. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ മിക്കവാറും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഏതിനും ഒരു കാലമുണ്ട്. ആ വിഷയത്തെ അടിസ്ഥാനമാക്കി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് അത് ഞാൻ പ്രസംഗിച്ചു. ഏതിനും ഒരു കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൽ കാലങ്ങളുണ്ട്. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാകാനൊരു കാലം, ദുഃഖിക്കാനൊരു കാലം, സന്തോഷിപ്പാനൊരു കാലം. സഭാപ്രസംഗിയിൽ ശലോമൻ രാജാവ് അത് എഴുതിയിരിക്കുന്നു. ജ്ഞാനിയായ ശലോമൻ രാജാവ് തൻ്റെ ജ്ഞാനത്താൽ കാര്യങ്ങൾ ആരാഞ്ഞറിഞ്ഞതിന് ശേഷം എഴുതിയതാണ്. നമ്മുടെ ജീവിതാനുഭവത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും അത് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെയും ജീവിതത്തിൽ കാലങ്ങളുണ്ട്, ഏതിനൊരു കാലം. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. എന്നാൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇവിടെ 2 കാര്യങ്ങളാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒന്ന്, അബ്രഹാമിനോട് പറഞ്ഞു, നീ ബഹുജാതികൾക്ക് പിതാവാകും. നമ്മുടെ ചിന്ത ആ അബ്രഹാമിന്റെ കാലഘട്ടത്തിലേക്ക് പോകണം. എങ്കിൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അബ്രഹാം കൽദയരുടെ ഊരിലായിരുന്നു, വിളിച്ചു വേർതിരിച്ചു. എന്നാൽ അബ്രഹാമിനോട് പറയാണ്, നീ ബഹുജാതികൾക്ക് പിതാവാകും. അപ്പോൾ അബ്രഹാമിന് എത്ര മക്കളുണ്ട്? ആ സമയത്ത് ഇസാക്ക് ജനിച്ചിട്ടില്ല. അപ്പോൾ ഇസ്മായേൽ അല്ലെങ്കിൽ പിന്നീടാണ് ഇസാക്ക് വരുന്നത്. അപ്പോൾ ഈ ഇസാക്കും ഇസ്മായേലും കൊണ്ട് അബ്രഹാം ബഹുജാതികൾക്ക് പിതാവാകും എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നിലയിൽ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അബ്രഹാം അത് വിശ്വസിച്ചു. ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്രഹാമിൽ നിന്ന് അനവധി ജാതികൾ ഉണ്ടാകും. വിശ്വാസികളുടെ പിതാവാണ്. ഈ ലോകത്തിലുള്ള മിക്ക ആളുകൾക്കും അബ്രഹാമുമായിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇസ്മായേലിൽ കൂടെ അറബികളും മുസ്ലിങ്ങളും ഉണ്ടായി. ഇസാക്കിൽ കൂടെ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടായി. പിന്നെ ഖെദൂറെ കല്യാണം കഴിച്ച് മിദ്യാനിയരും മറ്റ് ജാതികൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ജാതികൾ കുറെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വലിയ രാജ്യങ്ങളായി തീർന്നു. ഇന്നുള്ള പല രാജ്യങ്ങൾക്കും അബ്രഹാമിനോടൊരു ബന്ധമുള്ളതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ആ സമയത്ത് അബ്രഹാമിനോട് പറയാണ്, 2 മക്കളെ ഉള്ളൂ, അല്ലെങ്കിൽ പിന്നീട് കുറച്ച് 3-4 പിന്നെ മക്കളെ ലഭിച്ചു. അപ്പോൾ അവരെല്ലാം കൂടെ വലിയ ജാതിയാവൂ എന്ന് പറഞ്ഞാൽ ആശയ്ക്ക് വിരോധമായിട്ട് വിശ്വസിക്കാണ്. ഒരു രാജ്യമായി തീരും, ജാതികളായി തീരും, വലിയ രാജ്യങ്ങളായി തീരും. ആരാണ് ഇത് കൽപ്പിച്ചത്? ദൈവമാണ്. ദൈവം കൽപ്പിച്ചത് കൊണ്ട് അബ്രഹാം അത് വിശ്വസിച്ചു. രണ്ടാമത് പറഞ്ഞത്, നിനക്കൊരു സന്തതി ഉണ്ടാകും. അപ്പോൾ ആദ്യം ഉണ്ടായത് ഹാഗാറിൽ കൂടെ ഉണ്ടായ, ദാസിയിൽ കൂടെ ഉണ്ടായ സന്തതിയാണ്. എന്നാൽ സാറയിൽ കൂടെ ഒരു സന്തതി ഉണ്ടാകും. അപ്പോൾ അതും അബ്രഹാം വിശ്വസിച്ചു. പക്ഷെ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അത് അസാധ്യമാണ്. കാരണം അബ്രഹാമിന് 100 വയസ്സ്, സാറയ്ക്കും നല്ല വാർദ്ധക്യമാണ്. ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ നിർജീവത്വം, മനുഷ്യ ശരീരത്തിലുള്ള നിർജീവത്വം മനസ്സിലാക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അസാധ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ്? അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തീർക്കും. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തീർക്കുമെന്ന്? എന്നാൽ പലപ്പോഴും നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അത് സാധ്യമല്ല എന്നുള്ള ചിന്തയിലേക്ക് വരാറുണ്ട്. അത് പ്രയാസമാണ്, ആ രോഗം സൗഖ്യമാകും, അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് എന്തൊരു പ്രതിവിധി ഉണ്ടാകും.
എൻ്റെ ജീവിതാനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു കഷ്ടതയിൽ നിന്ന് വേറൊരു കഷ്ടതയിലേക്കും വേറൊരു കഷ്ടതയിൽ നിന്ന് വേറൊരു കഷ്ടതയിലേക്കും പോയി. ബിസിനസിന്റെ നഷ്ടത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പോയി, സദ്ദാം ഹുസൈൻ ഓടിച്ചു, അബുദാബിയിൽ വന്നു, അബുദാബിയിലും വന്നത് ശരിയായില്ല, അങ്ങനെയും തിരിച്ചു വന്നു. പിന്നീട് അമേരിക്കയിൽ വന്നു, അവിടെയും വന്ന് പല പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയെങ്കിലും ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനത്ത് കൊണ്ടെത്തിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള കഷ്ടങ്ങൾ വരും. ഞാൻ മാനുഷിക ജീവിതത്തെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു കഷ്ടതയുടെ കാലമുണ്ട്. അത് നമ്മൾ ആത്മസംയമനത്തോടെ അത് സഹിക്കണം. ദൈവഹിതപ്രകാരമായിട്ടുള്ള ചിന്തയോടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. അപ്പോൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? ആരാണ് സംസാരിച്ചത്? ദൈവമാണ്. അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്. അപ്പോൾ അബ്രഹാം അത് വിശ്വസിച്ചു. അത് അസാധ്യമാണെന്ന് മാനുഷികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അസാധ്യമാണ്. ഇപ്പോൾ നമ്മളോട് പറയാണ്, ഇപ്പൊ ദൈവം നമ്മളോട് പറയാണ്, നിങ്ങൾ ബഹുജാതികൾക്ക് പിതാവാ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വലിയ ജാതി ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയൊരു രാജ്യം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമ്മൾ വിചാരിക്കും അത് അസാധ്യമാണ്. അതെങ്ങനെ സാധിക്കും? നമുക്ക് ഒരു മകനോ 2 മകനോ ഉണ്ട്, അവരിൽ നിന്ന് വലിയ വലിയ രാജ്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. അബ്രഹാം വിശ്വസിച്ചു. കാരണം എന്താണ്? ഈ പറഞ്ഞത് ദൈവമാണ്. ദൈവമാണ് പറഞ്ഞത്, മനുഷ്യനല്ല. മനുഷ്യൻ പറയുകയാണെങ്കിൽ നമ്മൾക്ക് വേണേൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു. അതുപോലെ സംഭവിച്ചു. യഹൂദ ജാതി ഉണ്ടായി, പിന്നെ ക്രിസ്ത്യാനികൾ ഉണ്ടായി, അതേപോലെ അറബികൾ ഉണ്ടായി. അറബി രാജ്യങ്ങൾ എത്രയോ ഉണ്ട്. ഇസ്മായിൽ കൂടെ എത്രയോ രാജ്യങ്ങൾ, മുസ്ലിങ്ങൾ, അതേപോലെ തന്നെ പിന്നെ മറ്റ് ജാതികളുണ്ടായി. പിന്നെ അവസാനം കല്യാണം കഴിച്ച് അങ്ങനെ പല ജാതികൾ ഉണ്ടായതായിട്ട് കാണുവാൻ കഴിയുന്നു. ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അത് അറിഞ്ഞ് ജീവിച്ചു. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യത്തിൽ നിർജീവത്വം അസാധ്യമാണ്. മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അവർക്ക് മക്കളുണ്ടാവാൻ പ്രയാസമാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെ പ്രായോഗികമാക്കാം എന്നതിനെക്കുറിച്ചൊരു ചിന്തയോടെ പറയാം. ആപ്ലിക്കേഷൻ. അബ്രഹാമിനോട് ദൈവമാണ് പറഞ്ഞത്, അതുകൊണ്ട് വിശ്വസിച്ചു. എന്നാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറുണ്ട് എന്തിലും കയറി നമുക്കങ്ങ് വിശ്വസിക്കാമെന്ന്. അപ്പോൾ ദൈവവചനത്തിൽ ചില പ്രമാണങ്ങളുണ്ട്. എന്തിലും കയറി വിശ്വസിക്കാൻ പാടില്ല. ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചു ഉയരരുത്. അപ്പോൾ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. ഈ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്ന് പറഞ്ഞ റിക് വാർണർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എല്ലാവരെയും കുറിച്ച് ദൈവത്തിന്റെ ഒരു ഉദ്ദേശമുണ്ട്. അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, പക്ഷെ നമുക്ക് അറിയത്തില്ല എന്ത് നിലയിലാണ് നമ്മെ കൊണ്ടുപോകുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ചെറിയ തുടക്കമായിരിക്കും, പക്ഷേ പിന്നീട് ദൈവം നമ്മെ വലിയവനാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ദാവീദ് രാജാവിന്റെ തുടക്കം എന്താണ്? ഒരു ആട്ടിടയനായിട്ടാണ് തുടക്കം. ദൈവത്തിന്റെ പദ്ധതിയിൽ താൻ രാജാവാകുമെന്ന് ഉണ്ടായിരുന്നു, പക്ഷെ ദാവീദിന് അത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കാം. ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചാൽ അതിന് ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ ആശിക്കണം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ പെടാത്ത കാര്യമാണെങ്കിൽ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ ആശിക്കരുതെന്നാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ഇന്ന് നമ്മളോട് ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ദൈവവചനത്തിൽ കൂടെ സംസാരിക്കും. നമ്മുടെ ഉള്ളിൽ ആത്മാവുണ്ട്, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലുണ്ട്, വിശ്വാസികളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുമ്പോൾ അത് ദൈവഹിതപ്രകാരമാണോ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ആ വിശ്വാസത്തെ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ അവിശ്വസിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയാണ് നിശ്ചയമായിട്ടും മുന്നോട്ട് പോവുക. അതിനുള്ള എങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കും? നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ചില പ്രേരണ നൽകും, വഴികൾ തുറന്നു തരും. ആ വഴികൾ തുറന്നു തരുമ്പോൾ മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ദൈവഹിതപ്രകാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ഭാവിക്കുന്നതിന് മീതെ ഭാവിച്ചു വരരുത്. സത്യമായത്, നീതിയായത്, നിർമ്മലമായത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് വരും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാൻ സാധിക്കുന്നത്, ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം എന്നെ പ്രാപ്തനാക്കി. ദൈവം വഴികൾ തുറന്നു തരുന്നത് ആരാണ്? ദൈവമാണ്. ദൈവം വഴി തുറന്നു കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് അടയ്ക്കുവാനായിട്ട് സാധിക്കില്ല. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമായിട്ടായിരിക്കും. നമ്മൾ ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും ആഗ്രഹിക്കുന്നത്, പക്ഷെ ദൈവം പറയുന്നത് അതല്ല, അതിനപ്പുറമായിട്ട് നിന്നെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു.
അതെങ്ങനെ മനസ്സിലാകും? ദൈവത്തിന്റെ ആത്മാവ്. എൻ്റെ ഹിതമല്ല, എൻ്റെ മനസ്സിന്റെ ആഗ്രഹം വ്യത്യാസമായിരിക്കും. അത് നമ്മൾ സ്വയം പരിശോധിക്കണം. എൻ്റെ ചിന്തകൾ ജഡത്തിന്റെ ചിന്തകളാണോ ആത്മീയ ചിന്തകളാണോ? അപ്പോൾ നല്ല ചിന്തകളാണെങ്കിൽ അത് ആത്മീയ പ്രവർത്തനങ്ങൾക്കായാൽ തന്നെയും അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ ആത്മീയ പ്രവർത്തനം ഒരു ചെറിയ തുടക്കമായിരിക്കും, പക്ഷെ ദൈവം ഉദ്ദേശിക്കുന്നത് അതിനപ്പുറമായിട്ടായിരിക്കും കൊണ്ടുപോകാനായിട്ട്. അത് എങ്ങനെ മനസ്സിലാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സമയത്ത് അത് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ആഗ്രഹിക്കണം? ദൈവഹിതപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കണം. അത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇക്കാലത്ത് നമ്മെ ഉത്തേജിപ്പിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് വഴി നടത്തുവാണെങ്കിൽ നിശ്ചയമായിട്ടും അത് സാധിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിൽ വിശ്വസിക്കണം. നമ്മൾ ാണ് ദൈവം. നമുക്ക് തോന്നും ഇത് മാനുഷികമായിട്ട് അസാധ്യമാണ്. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം അവർക്ക് അറിയാമായിരുന്നു, എന്നാൽ അതിനെ സാധ്യമാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾക്ക് അസാധ്യമെന്ന് തോന്നുന്നതിനെ ദൈവം സാധ്യമാക്കി തീർക്കും. അപ്പോൾ ദൈവഹിതപ്രകാരം അങ്ങനെ കാര്യങ്ങൾ അനുകൂലമായി വരുവാണെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചാൽ ആ വിശ്വാസം നമുക്ക് നീതിയായി കണക്കിടും. ആ വിശ്വാസത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വാസത്തിന്റെ പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരും. അത് വിലയേറിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ദൈവത്താലാണ് ഈ ലോകം തന്നെ നിയന്ത്രിക്കപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഈ ലോകത്തിന്റെ നിയന്ത്രണം മനുഷ്യരുടെ കയ്യിലാണ്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. കംപ്ലീറ്റ് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. അല്ലെങ്കിൽ പിന്നെ ദൈവത്തിന് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, ദൈവത്തിന് മനുഷ്യരെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. സകല അധികാരങ്ങളും ദൈവത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മുടെ മുന്നോട്ടുള്ള ഓരോ വഴികളും തുറന്നു തരും, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം. ആശയ്ക്ക് വിരോധമായ ആശയോടെ വിശ്വസിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കും. അത് നീതിയായിട്ട് കണക്കിടും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായ ഒരു വചനം കേട്ട ഓരോരുത്തരോടും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ദൈവം സംസാരിച്ച വചനം. ആ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഗാനം കൂടെ കേൾക്കുവാനുള്ള ഒരു അവസരമുണ്ട്. കർത്താവിന്റെ ദാസന് ഓർപ്പിച്ചതുപോലെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗാനമാണ്. ലോകരക്ഷക യേശുനാഥ നാഗലോകത്തിൻ ഉടയ. അതിന്റെ സ്റ്റാൻസയിലെല്ലാം യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. നാം അത് തന്നെയാണ് കേട്ടുകൊണ്ടിരുന്നതും. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. അവനെല്ലാം കഴിയും. പക്ഷെ നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരിക്കണം. എത്രത്തോളം നാം വിശ്വസ്തരായിരിക്കുന്നുവോ അത്രത്തോളം ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് കർത്താവിന്റെ ദാസൻ ചുരുക്കമായി നമ്മളോട് ഓർപ്പിക്കുന്നത്. ഞാനൊരു ഭക്തി നിർഭരമായ ഒരു ഹിന്ദു ഗാനം കേട്ടു. ആ ഗാനം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇത്രയും ഭക്തി നിർഭരമായിട്ട് ഹിന്ദു ദൈവത്തെ അവര് കീർത്തിക്കുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഹൃദയത്തിലൊരു ചിന്ത കടന്നു വന്നു. ഈ ഹിന്ദു ദൈവത്തെ ഇങ്ങനെ ആളുകൾ ഭക്തി നിർഭരമായിട്ട് കീർത്തിക്കുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ജീവനുള്ള ദൈവത്തെ ഭക്തി നിർഭരമായിട്ട് കീർത്തിച്ചുകൂടാ? അപ്പോൾ ഭക്തി നിർഭരമായിട്ട് കീർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്താൽ എഴുതിയ ഒരു ഗാനമാണ്. ദൈവത്തിന്റെ മഹത്വം വർണ്ണിക്കുകയാണ്. ജീവനുള്ള ദൈവം അത് എങ്ങനെയുള്ളവനാണെന്ന് ചിൽപുരുഷ, ചിരന്തന, ആദിയും അന്തവും ഇല്ലാത്തവൻ, അങ്ങനെയുള്ള ലോകരക്ഷകൻ, ലോകത്തിന്റെ രക്ഷകനാണ്. മറ്റ് ദൈവങ്ങൾ ഈ ഭൂമിയിൽ ധാരാളമായിട്ടുണ്ട്, ധാരാളം ദൈവങ്ങളുണ്ട്. പക്ഷെ അവരാരും ലോക രക്ഷകരല്ല. അപ്പോൾ ജീവനുള്ള ദൈവത്തെ കീർത്തിക്കണം, സ്തുതിക്കണം, വർണ്ണിക്കണം, മഹത്വപ്പെടുത്തണം എന്നുള്ള ചിന്തയോടെ എഴുതിയൊരു ഗാനമാണത്. താങ്ക് യു അച്ഛാ. നമുക്ക് ആ ഗാനം കേൾക്കാം. പ്രിയ അക്സാമോള ഗാനം ആലപിക്കും. പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കും.
യേശുനാഥ ജയം ജയ ജയം നാഗലോകത്തിനുടയ ജയ ജയ ജയം നാഗലോകത്തിനുടയ ജയ ജയ ജയം ലോകരക്ഷക യേശുനാഥ ജയം ജയ ജയം സർവേശ സർവജ്ഞാനി സൃഷ്ടിതാവേ വന്നവനേ സർവേശ സർവജ്ഞാനി സൃഷ്ടിതാവേ വന്നവനേ ശ്രേഷ്ഠനാം പുരോഹിതനേ ജയ ജയ ജയം ജയ ജയ ജയം ജയ ജയ ജയം ലോകരക്ഷക യേശുനാഥ ജയം ജയ ജയം
നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 6 ഗാനങ്ങൾ കർത്താവിന്റെ ദാസന്റെ തൂലികയിൽ നിന്ന് രചിച്ച ഗാനങ്ങൾ കേൾക്കുവാൻ നമുക്ക് കൃപ ചെയ്തു. ഇനി അനേക ഗാനങ്ങളുണ്ട് എങ്കിൽ പോലും ഇത്രയും സമയം നമ്മളോട് ചേർന്ന് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ദൈവിക സന്ദേശം അറിയിച്ച ദൈവത്തിന്റെ ദാസനോടുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. തുടർന്നും തീർച്ചയായിട്ടും ഈ കാൽവരിനാഥ മിനിസ്ട്രിയെ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥനയിൽ ഓർക്കണം. കൂടുതലായി കർത്താവിന് വേണ്ടി പഠിക്കുവാൻ എഴുതുവാൻ കർത്താവ് കൃപ നൽകട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും ഞങ്ങളോട് ചേർന്ന് സമയം ചെലവഴിച്ച് ജീവിത അനുഭവങ്ങളും ഗാനങ്ങളെക്കുറിച്ചും ഏറ്റവും അനുഗ്രഹീതമായ ഒരു വചനവും കർത്താവിന്റെ ദാസൻ നൽകി തന്നു. മിനിസ്ട്രിയുടെ പേരിൽ ദൈവനാമത്തിലുള്ള എല്ലാ സ്നേഹവും നന്ദിയും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരങ്ങളോടുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. പ്രിയ ജെയിംസ് ചാനുണ്ട്, ബെന്നി ചാനുണ്ട്, എക്സാമോള്, പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ദൈവസന്നിധിയിൽ അറിയിക്കുന്നു. ദൈവം കൂടുതലായി നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ശക്തി നൽകട്ടെ. തുടർന്നും ഈ പ്രോഗ്രാം യൂട്യൂബിൽ കാണുമ്പോൾ അനേകർ, ഒരുപക്ഷെ ആയിരങ്ങൾ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസനെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. കൂടുതൽ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, അധ്വാനിപ്പാൻ, പഠിപ്പിക്കുവാൻ, അനേക സഭകൾക്ക് അനുഗ്രഹമായി തീരുവാൻ, അനേക വ്യക്തികൾക്ക് അനുഗ്രഹമായി തീരുവാൻ, കർത്താവിന്റെ ദാസന് ഒരു അനുഗ്രഹമായി തീരുവാൻ നാം പ്രാർത്ഥനകളുടെ ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നും കാൽവരിനാഥ മിനിസ്ട്രിയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ അടുത്ത ശനിയാഴ്ച മറ്റൊരു ജീവിത അനുഭവമായി നാം കണ്ടുമുട്ടും. അതുവരെ ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി നാം പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അച്ഛൻ നമ്മളോടുകൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് കർത്താവിന്റെ ദാസൻ അവസാനിപ്പിക്കും. എന്നാൽ അതിനു മുമ്പ് ആസ് ദ കൺക്ലൂഷൻ വേർഡ്സ് കർത്താവിന്റെ ദാസൻ ചില വാക്കുകൾ, 1-2 വാക്കുകൾ ഓർപ്പിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെല്ലാം. കാൽവറിനാഥം ഇങ്ങനെയൊരു പരിപാടി ക്രമീകരിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. 22ാമത്തെ വയസ്സ് മുതൽ ഗാനങ്ങൾ എഴുതാൻ തുടങ്ങി. ആദ്യമായിട്ട് എഴുതിയത് നിർവ്യാജ സ്നേഹം എന്നൊരു ആർട്ടിക്കിളാണ്. അത് സുവിശേഷനിലാണ് പ്രസിദ്ധീകരിച്ചത്. എം.ഇ. ചെറിയാൻ സാറിന് ഞാൻ അയച്ചു കൊടുത്തു. അന്ന് എനിക്കൊന്ന് 22 വയസ്സോ മറ്റോ കാണുമെന്ന് വിചാരിക്കുന്നു. എം.ഇ. ചെറിയാൻ സാർ വലിയ തിരുത്തൊന്നും കൂടാതെ സുവിശേഷനിലിട്ടു. തുടർന്ന് ധാരാളം ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഗാനങ്ങൾ പലത് എഴുതിയിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ ആത്മീയ ഗീതത്തിൽ ചേർത്തു, ചിലതൊക്കെ കൺവെൻഷനിലൊക്കെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാട്ടുകൾ എഴുതുമ്പോൾ മറ്റുള്ളവർ പാടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതിലുള്ള നന്ദി ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് കൊട്ടാരക്കരയോട് അറിയിക്കുന്നു. അതിലെ ചുമതലപ്പെട്ട മറ്റുള്ളവരോടും അറിയിക്കുന്നു. എൻ്റെയും ഗാനങ്ങൾ നിങ്ങളുടെ ഈ പ്രോഗ്രാമിൽ കൂടെ അവതരിപ്പിച്ചതിലുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നന്നായി അനുഗ്രഹകരമായി നടക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. കാരണം ഇങ്ങനെയുള്ള വേദികളിൽ കൂടെയാണ് പാട്ടുകൾ മറ്റുള്ളവർക്ക് കേൾക്കാനായിട്ട് അവസരം ലഭിക്കുന്നത്. നിങ്ങളെല്ലാവരും നന്നായിട്ട് പാടി. ഞാൻ എഴുതുമ്പോൾ ഒരു ട്യൂൺ കൊടുത്തിരുന്നു. അതിനുശേഷം ഞാൻ കാസറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് പഴയ കാലത്ത് കാസറ്റാണ്. അവരന്നേരം ട്യൂൺ മാറ്റും. പക്ഷേ എപ്പോഴും എനിക്ക് ഒരു ആത്മീയ ട്യൂണാണുള്ളത്, ആ ട്യൂണിൽ വേണമെന്നാണ്. പക്ഷെ അവർക്ക് പാടുന്നവർക്ക് വേണ്ടി അവർ ട്യൂൺ മാറ്റും. പിന്നെ അവസാനം ഞാൻ എൻ്റെ ട്യൂണിലേക്കെല്ലാം കൊണ്ടുവന്ന് നിങ്ങളതെല്ലാം നന്നായിട്ട് പാടി. അതിൽ ജെയിംസ് കൊടുന്തറ, എക്സാമോൾ, അതേപോലെ ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് കൊട്ടാരക്കര ഉള്ള നന്ദി അറിയിക്കുന്നു. അതേപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സമയം കണ്ടെത്തി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തീർച്ചയായിട്ടും ഇനിയും അദ്ദേഹത്തിന്റെ ഗാനങ്ങളുമായിട്ട് നമ്മൾ വീണ്ടും കടന്നു വരും. ഇതോടുകൂടെ തീരുകയല്ല, മറ്റൊരു എപ്പിസോഡിൽ അടുത്ത ഗാനങ്ങളുമായിട്ട്, അനുഭവങ്ങളുമായിട്ട് വരും. അതുവരെ കർത്താവിന്റെ ദാസനെയും തന്റെ കുടുംബത്തെയും അവിടെയുള്ള സഭയും പ്രിയപ്പെട്ടവരെയും ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. വന്ന് പങ്കെടുത്തതിൽ ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി കർത്താവിന്റെ ദാസനെ തോമസ് എബ്രാച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് ഈ വൈകുന്നേരത്ത് കർത്താവേ, കാൽവറിനാഥം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ സൂമിൽ കൂടി വരുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ 148ാമത്തെ എപ്പിസോഡ് കർത്താവെ ഇന്ന് അനുഗ്രഹമായ നിലയിൽ
നിവർത്തിപ്പാൻ തക്കവണ്ണം എൻ്റെ ദാസന്മാർക്ക് കൃപ ചെയ്തു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ മക്കളെ ജെ സന്തോഷിനെയും റോയ് ബ്രദറിനെയും അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ആവശ്യമായ കൃപകൾ വരുന്ന നാടുകളിലും അധികമായി നൽകി അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിങ്ങിന് സൂമിൽ കൂടി അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇങ്ങനെ ഞങ്ങൾക്ക് അല്പസമയം തിരുസന്നിധിയിലിരുന്ന് സന്തോഷിപ്പാനും ദൈവവചനം കേൾക്കുവാനും ആത്മീയ ഗീതങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇന്ന് ഇടയാക്കി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, നിന്റെ ദാസൻ മാത്യു വൈരമണ്ണു ഇന്ന് ഞങ്ങളോടുകൂടെ ആയിരിക്കാനും കർത്താവെ തന്നെ കർത്താവ് എങ്ങനെ നിന്റെ വയലിൽ ഉപയോഗിക്കുന്നു, നിന്റെ വേലയ്ക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ളത് കാണുവാനും ഗ്രഹിപ്പാനും ഒക്കെ സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇമ്പമുള്ള അർത്ഥവത്തായിരിക്കുന്ന ആത്മീയ ഗാനങ്ങൾ രചിക്കുവാൻ തക്കവണ്ണം കർത്താവ് നിന്റെ ദാസനെ അവിടുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ബലപ്പെടുത്തി. അതിൽ ചിലതൊക്കെ ഞങ്ങൾക്ക് ഇന്ന് കേൾക്കുവാനിടയായി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏകദേശം 35 ഗാനങ്ങൾ താൻ എഴുതിയിരിക്കുന്നു എന്ന് ഞങ്ങൾ കേട്ടു. കർത്താവിന് സ്തോത്രം. തുടർന്നും അധികമായിട്ട് ഗാനങ്ങൾ രചിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അതുമൂലം കർത്താവ് വരുന്ന നാളുകളിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ തന്നെ കേക, മഞ്ചരി മുതലായിരിക്കുന്ന വൃത്തങ്ങളിലും ചില കണ്ട കാവ്യങ്ങൾ എഴുതുവാൻ കർത്താവ് തന്നെ ബലപ്പെടുത്തി. ചില പുസ്തകങ്ങൾ എഴുതുവാൻ സഹായിച്ചു. പലയിടങ്ങളിൽ കർത്താവിൻ്റെ വചനം സൂക്ഷിപ്പാൻ തക്കവണ്ണം ബലപ്പെടുത്തുന്നു. വിവിധ കാര്യങ്ങളെയെല്ലാം ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, നീ മുന്നമേ നിന്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. അവരൊക്കെയും കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് പല സ്ഥലങ്ങളിലും നിനക്കായി ജീവിക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, കൂട്ടുകാരിൽ പരമായി സ്നേഹിക്കുന്ന ആത്മമിത്രമായിട്ട് കർത്താവിനെ ഈ ജീവിതാസരണിയിൽ കണ്ടുകൊണ്ട് വരുന്ന നാടുകളിൽ തുടർന്നും ജീവിക്കുവാനുള്ള കൃപ നിന്റെ ദാസന് നൽകി അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അത് തന്നിൽ കൂടി ലഭിച്ച വിലയേറിയ വചനത്തിനായിട്ട് തിരുനാമത്തിന് സ്തോത്രം. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ച വിശ്വാസം, അത് കർത്താവെ പുതിയ നിയമവിശ്വാസികളിലും അനുകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പിന്തുടരുന്ന ദൈവമക്കൾ ഒരിക്കൽ കർത്താവെ അവരെ പ്രത്യാശയോടുകൂടി ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിത്യതയിൽ കർത്താവിനോടുകൂടി ആയിത്തീരും. അന്ന് അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിൽ ഞങ്ങൾക്കും അവിടെ സന്തോഷിപ്പാൻ ഇടയായിത്തീരും എന്നുള്ളത് ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, നിർണയപ്രകാരം വിളിച്ചിരിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള അവിടുത്തെ വചനത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ഞങ്ങളെ ഇത്രത്തോളം സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം കർത്താവെ നിന്റെ മക്കൾക്ക് അവിടുന്ന് കൃപ ചെയ്തു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ജെയിംസ് കൊടുന്തറയ്ക്കും അതുപോലെ സന്തോഷ് മാത്യുവിനും അക്സാമോക്കും ഒക്കെ നന്നായി പാടുവാൻ തക്കവണ്ണമുള്ള കൃപ നൽകിയവരെ സഹായിച്ചതോർത്തും അവരുടെ ഈ ശുശ്രൂഷ കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് വരുന്ന നാളുകളിൽ അനേകർക്ക് പ്രയോജനപ്പെടുവാനും അവിടുന്ന് ഇടവരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും ഞങ്ങൾക്കിന്ന് കർത്താവ് അനുഗ്രഹമാക്കി തന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ എല്ലാം വലിയ ഉപകാരങ്ങൾക്കും കൃപകൾക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമം ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുവാൻ അവിടുന്ന് വിവിധ നിലകളിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേഗം വരുന്നു എന്നുള്ളത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് എളിയവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു. വേഗം വരുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എളിയവർ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.